ഹാപ്പിയാണോ ഗൈസ്? എന്തുവാ, ഞാനും ഇമോഷണൽ ആയിരിക്കാണ്. സോറി. ഹാപ്പിയാണ്. എങ്ങനെ എന്ത് തോന്നുന്നു ഗൈസ്? ഞാൻ അറിയല ജീവിച്ചിരിപ്പുണ്ട്. എനിബഡി തുടർന്നോ? പേടിക്കണ്ട, ഞാൻ റിയലാണ്, നോട്ട് ഗോസ്. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതാ, ഐ മീൻ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അറിയിക്കണം. എനിക്കിപ്പോൾ എന്ത് പറയണമെന്ന് അറിഞ്ഞോണ്ട് ഞാൻ ആക്ച്വലി ഭയങ്കര ഇമോഷണൽ ആയിരിക്കുക. ബിക്കോസ് യൂഷ്വലി ഇങ്ങനെ വരുമ്പോൾ ഞാൻ കുറേ ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ഇപ്പോൾ ഹൗസ്ഫുൾ തിയേറ്റർ കാണുമ്പോൾ എനിക്കൊരു വേറൊരു ഫീലിംഗ്. എൻ്റെ ഒരു വലിയ പടം, എനിക്ക് നല്ല സന്തോഷത്തോടെ ചെയ്ത പടം. അപ്പം നിങ്ങളെല്ലാവരും ഇത്രയും സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ എന്താ പ്രേതം കരയേ? പ്രേതം പേടിക്കുന്നു, പ്രേതം കരയുന്നു. ഹാപ്പി ടീസ് ഇമോഷണലി. ചേച്ചിമാരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? Really ഇഷ്ടപ്പെട്ടു. Oh, thank you so much. Thank you. എല്ലാരോടും പറയട്ടോ പടം കാണാൻ. ഗൈസ് പ്ലീസ്, ഇവര് സെക്കൻഡ് ടൈം കണ്ടിട്ട് നല്ല ഹാപ്പി ആയിരിക്കുക. പ്രേതത്തിന് നേരിട്ട് കാണാൻ പറ്റിയില്ലേ? താങ്ക് യു. റെസ്പോൺസ് അടിപൊളി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി, ഭയങ്കര ഗ്രേറ്റ്ഫുൾ. ആക്ച്വലി എനിക്ക് പേടി, നിങ്ങള് വീഴുവോ എന്നുള്ളൊരു പേടി. പ്ലീസ് വാച്ച്. നമ്മുടെ പ്ലാൻസ് ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി നല്ല ഗ്രേറ്റ്ഫുൾ ആണ്. ഇപ്പോൾ കേൾക്കുന്ന റെസ്പോൺസസ് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇത്രയും നല്ലൊരു റെസ്പോൺസ് കിട്ടുമെന്ന്. എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്. നമ്മളും എൻജോയ് ചെയ്ത പടം ചെയ്തത്. സോ അവർ ഈക്വലി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ആയിട്ട് പടം ഇറങ്ങാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയത് ഇറ്റ്സ് ഗുഡ്. സോ ഞാൻ ആൾക്കാരെ കണ്ട് പേടിക്കുന്നത്. അതാണ് ദ കോൺസെപ്റ്റ്. അത് കാണുമ്പോ ഈ റെഫറൻസസ് കാണുമ്പോ ഓക്കെ ഇവർക്ക് ഇത് കിട്ടിയല്ലോ. നമ്മൾ ഓരോ റെഫറൻസസ് ഇടുമ്പോ ഇപ്പൊ ഞാൻ ബാക്ക്വേർഡ്സ് ഓക്കെ ഓരോ റെഫറൻസസ് ഇടുമ്പോ മോണിറ്ററിൽ നോക്കൂല. അപ്പൊ ഐ ഡിഡ്ന്റ് സീ അറ്റ് ഓൾ. പടം കണ്ടിട്ടേ ഇല്ല. സോ റെഫറൻസ് ഇടുമ്പോ ഞാൻ ഓ ഈ സീനാണല്ലേ. അപ്പോൾ ഒരു ദിവസം കണ്ടിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് പടം കണ്ടപ്പോ ഞാനാണെങ്കിൽ ഓരോ ആൾക്കാർ സ്റ്റോറി ഇടുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആൻഡ് ലൈക്ക് പെർഫോമൻസ് ഇപ്പോൾ ആൾക്കാരുടെ അംഗീകാരം കിട്ടാൻ അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ബിക്കോസ് എല്ലാവരും ഓണസ്റ്റ് ആയിട്ടേ പറയുള്ളൂ. ശരിക്കും എല്ലാവരും ക്രിട്ടിക്കലായിട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. സോ അവർ അത്രയും ഓണസ്റ്റ് ആയിട്ട് അത്രയും ഇഷ്ടപ്പെട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഒരു ഒരു നല്ലൊരു ഫീലിംഗ്. ഇപ്പോൾ എൻ്റെ ഹാർട്ടിൽ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും അത്രയും ഓണസ്റ്റായിട്ട് പടം കണ്ടിട്ട് അത്രയും ഓണസ്റ്റായിട്ട് അവർ അവർ ഒരു സീൻ എടുത്തെടുത്ത് പറയും. ഈ സീനിൽ ഇത് പറഞ്ഞപ്പോൾ ഞാനത് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ഓർമ്മ വരുന്നു. ഓർ
ചിലർക്ക് അവരുടെ സിസ്റ്ററിന് ഓർമ്മ വരും, ചിലവർ അവരുടെ മോളെ ഓർമ്മ വരും, സം പീപ്പിൾ അവരുടെ ആരെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. സോ ഇഫ് ദേ ആർ റിയലി ഏബിൾ ടു അത്രയും ഹോൾഡ് ദ ക്യാരക്ടർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ക്യാരക്ടർ, ആ ക്യാരക്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഐ തിങ്ക് ആസ് ഡെലൂലു വുഡ് ബി ഹാപ്പി ടു സീ ഹൗ ദ പീപ്പിൾ ആർ റെസ്പോണ്ടിങ്. ആൾക്കാർ എന്ത് പറയുന്നു എന്ന് കേൾക്കുമ്പോൾ ഡെലൂലു വിൽ ബി റിയലി ഹാപ്പി ഐ ഫീൽ. ആൻഡ് ഇറ്റ്സ് വേറൊരു ഫീലിംഗ്. ഞാൻ ഇങ്ങനെ ആവുമെന്ന് ഐ ഡിഡ്ന്റ് തിങ്ക്, ലൈക്ക് ഇത്രയും ലവ്, ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ഐ നെവർ തോട്ട്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് വണ്ടർഫുൾ. ആൻഡ് പടം ഇറങ്ങിയ ആൾക്കാരെ ഈ പ്രേതത്തിനോട് ക്രഷ് തോന്നുന്നു. അതാ ഐ മീൻ, ഞാൻ ചില റീൽസ് കാണുമ്പോൾ നല്ല കോമഡിയാണ്. സം പീപ്പിൾ രാത്രി എണീറ്റ് നിന്നിട്ട് ഞാൻ ഡെലൂലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക പറഞ്ഞ് വീഡിയോസ് ഇടുന്നു. സോ അങ്ങനത്തെ കുറേ മീംസ് ടൈപ്പ് ഓഫ് കോണ്ടന്റ് കാണുന്നുണ്ട്. ഇറ്റ്സ് നൈസ്. ആദ്യമാണ് ഈ മനുഷ്യന്മാരെ പേടിയുള്ള പ്രേതം വരുന്നത് ആദ്യമായിട്ടാണ്. അതാ ഈ മനുഷ്യന്മാരെ കാണുമ്പോൾ ഓടിക്കളയ പ്രേതം. അതാ ഇത് ആക്ച്വലി അഖിൽ ചേട്ടൻ്റെ കോൺസെപ്റ്റ്. അഖിൽ ചേട്ടൻ ഡയറക്ടർ. സോ അഖിൽ ചേട്ടൻ പ്രേതപ്പടം പേടിയുള്ള ആളാണ്, അഖിൽ ചേട്ടനും നിവിൻ ചേട്ടനും. സോ അവർക്ക് പ്രേതത്തിന് പേടിയുള്ളതുകൊണ്ട് അവർ പ്രേതത്തിന് ആൾക്കാരെ പേടിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇതിൽ വന്നത്. പിന്നെ നമ്മൾക്ക് 3 പേർക്കും അത് നല്ല സിങ്കായി. ബിക്കോസ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോവും. അപ്പോൾ എല്ലാം കൂടെയും കറക്റ്റ് സിങ്കായി. അത് നല്ലൊരു ഹ്യൂമറസ് ഇത് രീതിയിൽ വർക്കായി. ഈ സത്യനന്ദിക്കാട് ലാലേട്ടനെ പൂക്കിയാക്കിയ പോലെ സത്യൻ നിവിൻ പോളിനെ പൂക്കിയാക്കിയ പോലെ എന്തോ അത് സത്യം സത്യനന്ദിക്കാട് ലാലേട്ടനെ പൂക്കിയാക്കിയത്. അതെ, പൂക്കി ലിറ്ററലി. ആക്ച്വലി നിവിൻ ചേട്ടനോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത്രയും കംഫർട്ട് തരുന്നുണ്ട്. നമുക്ക് തന്നെ തോന്നിപ്പോകും ഹീ സച്ച് എ പൂക്കി. ഞാൻ തന്നെ യു ആർ പൂക്കി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെയാണ് നമ്മൾ ഒരു സീനിൽ നാണം വരുന്നൊരു സീനുണ്ട്. ഒരു വോയിസ് നോട്ടിൽ ഐ ഹാവ് സെൻഡ് ദ ലൊക്കേഷൻ. അപ്പോൾ അതിൽ ആ മൊമെൻറ്റിൽ ഞാൻ പറഞ്ഞ എന്താ പൂക്കി പ്രഭയ്ക്ക് നാണം വരുന്നത്. അപ്പോൾ ആ മൊമെൻറ്റിൽ അത് വന്നതാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് നിവിൻ ചേട്ടൻ തരുന്ന ഒരു ഓറ കൊണ്ട് അതങ്ങ് പറഞ്ഞു, നമ്മൾ ആരായാലും പറഞ്ഞു. ബിക്കോസ് ഹീ ഈസ് വെരി പൂക്കി കൂഡ്, യുനോ. സോ അങ്ങനെയാണ് അത് വന്നത്. ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ചിലപ്പോൾ ക്രിഞ്ച് ആവേണ്ട ഒരു ക്യാരക്ടർ. ഓക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക? ആക്ച്വലി ഇങ്ങനത്തെ റെസ്പോൺസ് ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇതൊരു വേറൊരു പേഴ്സ്പെക്റ്റീവ് ആയിരുന്നു ഞാനിത് കേട്ടപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലേ, ഇറ്റ്സ് ടഫ്. ബിക്കോസ് അഖിൽ ചേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഡയലോഗ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ഞാൻ എങ്ങനെ പറയും അങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അഖിൽ ചേട്ടാ ഐ ഫീൽ വെരി ക്ലോസ് ടു ദ ക്യാരക്ടർ, എനിക്ക് ഭയങ്കര സിമിലർ ആയിട്ട് തോന്നുന്നു. അപ്പോൾ അഖിൽ ചേട്ടൻ പറയാണ് റിയയുടെ രീതിയിൽ സംസാരിച്ചാൽ മതി. സോ എനിക്കൊരു ഫ്രീഡം തന്നുകൊണ്ട് ഞാനൊരു സിറ്റുവേഷനിലിരുന്നാൽ ഞാൻ എന്ത് പറയും അതേപോലെ ആയിരുന്നു ഞാൻ ചെയ്തത്. സോ ഐ തിങ്ക് അതുകൊണ്ടായിരിക്കും അത്രയും ജെന്യുവൻ ആയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. സോ മേ ബി ദാറ്റ്സ് വൈ ഇറ്റ് ഫീൽസ് ലൈക്ക് ഓ ഇപ്പം എൻ്റെ അടുത്ത് പറയുന്ന പോലെ ഫീൽ ചെയ്യും. ഇപ്പം ഞാനും അത് പറയുമ്പോൾ ഒരു ഫ്രണ്ടിനെ സെറ്റാക്കുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ കളിയാക്കിയൊക്കെ പറയൂലേ, എന്താ ഐ തിങ്ക് ഷീസ് ഇൻ ടു യു അങ്ങനെ. സോ ജസ്റ്റ് ലൈക്ക് ഓൺ ദ സ്പോട്ടിൽ അഖിൽ ചേട്ടൻ തന്നെ ഒരു ഫ്രീഡം ആൻഡ് സ്പേസ് തരും. ഇങ്ങനെ പ്രിയ ഇങ്ങനെ സംസാരിച്ചാൽ മതി. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് വൈ ഇറ്റ്സ് ബിക്കോസ് അഖിൽ ചേട്ടൻ എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസും അങ്ങനത്തെ ഒരു സറൗണ്ടിങ് തന്നുകൊണ്ട് ആ ഒരു മീറ്റർ was able to achieve. റിയന്റെ ഈ ഒറിജിനൽ ബിഹേവിയർ ഒക്കെ കണ്ടിട്ടാണ് ഈ പ്രേതത്തിൽ കാസ്റ്റ് ചെയ്തതെന്ന് പറയണ്ടേ. അപ്പോ ഈ പ്രേതം റിയായിട്ട് എന്തെങ്കിലും അടുപ്പുണ്ടോ? മീൻസ് സ്വഭാവങ്ങളിൽ എന്തെങ്കിലും? അതെ, ആക്ച്വലി ഞാനും ഡെലൂലും സെയിം ആണ്. ജസ്റ്റ് ഡെലൂലു പ്രേതമാണ്, ഞാൻ റിയൽ ലൈഫാണ്. ആൻഡ് പേര് മായ, ഞാൻ റിയ. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. ബിക്കോസ് എനിക്ക് ഭയങ്കര സിമിലർ ആയിട്ട് തോന്നി. പിന്നെ എഴുതി വന്ന് നമ്മൾ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ, ഞാനും അഖിൽ ചേട്ടൻ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ അഖിൽ ചേട്ടൻ എൻ്റെ മാനറിസംസ് ഇൻക്ലൂഡ് ചെയ്ത് റൈറ്റിങ്ങിൽ അത് ഇൻക്ലൂഡായി. സോ അങ്ങനെയാണ് കുറേ ഇത് ഡെവലപ്പ് ആയത്. അങ്ങനെ അഖിൽ ചേട്ടൻ ഇത് പറഞ്ഞു. എന്തുവാ അഖിൽ ചേട്ടൻ? ഐ മീൻ അഖിൽ ചേട്ടൻ ഞാനല്ല, അഖിൽ ചേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്ത്. അഖിൽ ചേട്ടൻ ഒരു റീല് കണ്ടപ്പോൾ എൻ്റെ സംസാരം കണ്ടിട്ട് ഓക്കെ ഈ കുട്ടി ഡെലൂലുവിന് സെറ്റാണല്ലോ എന്ന് തോന്നിയപ്പോൾ എൻ്റെ പപ്പേനെ വിളിച്ചു. പപ്പയുടെ നമ്പർ ഉണ്ടായിരുന്നു. പപ്പേനെ വിളിച്ചിട്ട് സമയമായി. പപ്പേനെ വിളിച്ചിട്ട് അങ്ങനെയാണ് വി ഗോട്ട്. പിന്നെ എന്നെ വിളിച്ചു ആൻഡ് വി ടോക്ക് ആൻഡ് അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്തു. അപ്പോഴേ സെറ്റായി. ഭയങ്കര സന്തോഷമാണ്. ഞാൻ വലിയ നിവിൻ ചേട്ടൻ്റെ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് തന്നെ പടം കാണുമ്പോൾ ഞാനൊരു ഫാനായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ